ഇന്ന് നമ്മുടെ പൂപ്പിക്കുട്ടീൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് നമ്മൾ പൂപ്പിക്കുട്ടീനെ കുറിച്ചിട്ട് പലർക്കും പല ഡൗട്ടുണ്ട് കേട്ടോ. ഇവരുണ്ട് റോയൽ ബോൾ പൈത്തൺ എന്ന് പറയും കേട്ടോ. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ നല്ല ആഗ്രഹിച്ചിരുന്നു. പക്ഷെ എന്താ ആഗ്രഹിക്കാൻ മീൻസ് നമ്മൾ മിനിയൂട്ടിയൊക്കെ ഉണ്ട്. മിനിയൂട്ടിയിലൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തേനൊക്കെ കയ്യിൽ വെച്ചിട്ടൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ തരും. അന്ന് ഇതേ സാധനം ഈ റോയലായിരുന്നു. അന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ കൈമ വെക്കാൻ തന്നെ എത്ര 100 രൂപ അങ്ങനെയൊക്കെ വേണം. എന്നാലും എന്താ പറയുക, ആ സമയത്തൊന്നും നമ്മളെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. എന്നാലും വീട്ടിൽ വാശിയൊക്കെ പിടിച്ചിട്ട് കൈമ വെച്ചിട്ടുള്ള വീഡിയോ എടുക്കലും അങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ആ പൈസ ഇല്ലാത്ത സമയത്ത് വരെ നമ്മൾ ഇതിനെ വെച്ചിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ സാധനമൊക്കെ നമുക്ക് സ്വന്തമായിട്ടാവുമെന്ന്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് കാണേണ്ടവർക്ക് വിചാരിക്കും, ഓ ഈ ഒരു സാധനത്തിനൊക്കെ മേടിക്കാൻ നല്ല പൈസക്കാരാണോ. ഒരിക്കലില്ല, നമ്മളെ കയ്യിൽ ഒരിക്കലും ഇത്രയും പൈസ ഈ സാധനത്തിനൊന്നും മേടിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്കാണ് ഇറങ്ങിയപ്പോൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ സാധിച്ചെടുക്കുക, അല്ലാണ്ട് ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ മിനിയൂട്ടി പോയിട്ടും അതുപോലെ പല സ്ഥലത്ത് പോയാലും ഇങ്ങനത്തെ ഓരോന്നിനെ വെച്ചിട്ട് വീഡിയോ എടുക്കാനും നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ എടുക്കലുണ്ടായിരുന്നു. പക്ഷെ എന്താ അന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ സാധനമൊക്കെ നമ്മളെ കയ്യിൽ സ്വന്തമായിട്ടാവും. അപ്പം നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരിക്കലും നടക്കൂല. ഞാനിപ്പോൾ ഒരു ആഗ്രഹിച്ച സാധനം തന്നെ, ഈ ഒരു സാധനത്തിനൊക്കെ ആഗ്രഹിച്ചൊരു 3-4 വർഷം കഴിഞ്ഞാൽ ഞാൻ സ്വന്തം നേടിയിട്ടുള്ളത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ ആഗ്രഹിക്കുക. എങ്ങനെയാലും ഒരു ദിവസം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇതിനെ മേടിക്കാനുള്ളൊരു എന്താ പറയുക, ദൈവം തന്നെ മുന്നിൽ കണ്ടെത്തും പറഞ്ഞ പോലെ തന്നെ വരും. അപ്പം നിങ്ങളെന്തായാലും എന്താ പറയുക, പരീക്ഷിച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ട്രൈയും ചെയ്യണമല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രക്കെങ്കിലും ഒരു ആൾക്കാർ 4 ആൾക്കാർ അറിയുന്ന ലെവലെത്തുമെന്ന്. ഒരുപാട് റിസ്ക് എടുത്തുക്കണം, അതുപോലെ നിങ്ങളും എടുക്കാം. അങ്ങനെ ഇതിൻ്റെ കഥ പറയാം. അതായത് ഇവനങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ, നമ്മളെ കെൻസ്പെറ്റ്സിൻ്റെ അടുത്തു നിന്നാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്, അതായത് സുജീർഖാൻ്റെ അടുത്ത് നിന്ന്. അതും അന്ന് എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഇങ്ങോട്ടും അവർ പറഞ്ഞ് പൈസ ഉള്ളപ്പോൾ തന്നാൽ മതി, ഇച്ചിപ്പോൾ കൊണ്ടുപോയി പറഞ്ഞിട്ട് അത്രയ്ക്കും നമുക്ക് സപ്പോർട്ടാണ് കേട്ടോ അവരൊക്കെ. അത്ര അതായത് നമ്മളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ഇപ്പോൾ ഒരാളും ഇത്രയും റേറ്റിൻ്റെ സാധനം ഇത് വെറുതെ കൊണ്ടുപോയിക്കോന്ന് പറയുന്നില്ല. നമ്മൾ പൈസ കൊടുക്കാൻ പറഞ്ഞാലും നമ്മളെ കയ്യിൽ അന്ന് ഇല്ലായിരുന്നു. അങ്ങനെ അതിനെ കൊടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഓരോന്ന് സെയിലൊക്കെ ചെയ്തിട്ടാണ് ഈ സാധനത്തിനെ വാങ്ങിയിട്ടുള്ളത്. ഫസ്റ്റായിട്ട് നമ്മൾ ഇവനൊന്നല്ല എടുത്തിട്ട്, നമ്മളിപ്പോൾ നമ്മളെ പൂപ്പിക്കുട്ടീൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ കുറിച്ചിട്ട് ഓരോന്ന് പറയണത്. അപ്പം നമ്മൾ ബാക്കി പെറ്റ്സിൻ്റെ ഒക്കെ വീഡിയോ എന്തായാലും ഇടാണ്ട്. അങ്ങനെ നമ്മൾ അന്ന് പൂപ്പിക്കുട്ടീനെ വാങ്ങി. നമുക്ക് അന്ന് ഒരിക്കലും ഇതിനെക്കുറിച്ചിട്ട് ഒരു മെയിൻ്റനൻസും കാര്യങ്ങളോ കെയറിങ്ങും ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുക എന്താ വെച്ചാൽ, എനിക്കിത് പാമ്പിനെ പേടി ഉണ്ടായിരുന്നോ, മേടിച്ച പാട് പേടിയുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഈ പാമ്പിനെ കാണുമ്പോൾ വിറ വരുമായിരുന്നു. അതായത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അത് എന്താ പറയുക, പറഞ്ഞാൽ നിങ്ങളോട് മനസ്സിലാവില്ല. നിങ്ങൾ വിചാരിക്കൂ എനിക്കൊരു പേടിയില്ലായിരുന്നു. പക്ഷെ ഇതെന്താ ഇവനായിട്ട് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ആയതോടാണ് എനിക്ക് പേടി മാറിയിട്ടുള്ളത്. അതും വെച്ചിട്ട് കിങ് കോബ്ര മറ്റേ മറിച്ച് അതിനൊക്കെ പേടി തന്നെയാണ്. എനിക്ക് ഇത് വിഷമില്ല എന്നുള്ള ആ ഒരു കൺഫർമേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇതിനെ പേടിയില്ലാത്ത, അല്ലാതെ ഞാൻ വലിയ സംഭവമൊന്നുമല്ല. അങ്ങനെ എന്താ പറയുക, ഈ സാധനത്തിന് അങ്ങനെ വാങ്ങിയിട്ട് ഇവനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ആയപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പേടി മാറി. പിന്നെ ഇപ്പോൾ പാമ്പിനോടൊന്നും പ്രത്യേക പേടിയില്ല. ഇവനോട് ഇങ്ങനെ നമ്മൾ കൂടുതലൊരു ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ സുചിരക്കാരുടെ അടുത്ത് പോയിട്ട് വാങ്ങി കൊടുന്ന് ഇങ്ങോട്ട് ഇവൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെന്താ വെച്ചാൽ നിങ്ങൾ ഓരോ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിടാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ചോദിക്കൽ എന്താ വെച്ചാൽ, ഈ സാധനമില്ലേ, ഈ സാധനം വലുതായാൽ നമ്മളെ കഴിക്കുമെന്ന് വെച്ചാൽ, ഇവർ മാക്സിമം എന്താ വെച്ചാൽ ഒരു ഫീമെയിൽ ആകുമ്പോൾ ഒരു 4.5 ഫീറ്റൊക്കെ വെക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അത്ര വെക്കുള്ളൂ. അല്ലാതെ ഒരു മലമ്പാമ്പിൻ്റെ അകത്ത് വലിയൊരു സംഭവമായിട്ടൊന്നും വെക്കൂല. പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവർ അത്രയും നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യൽ. പിന്നെ ഇവർ സപ്പോസ് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ മീൻസ് എന്താ വെച്ചാൽ, നമ്മൾ ഇവർക്ക് ഫീഡ് കൊടുക്കില്ല, അതായത് മൈസിനെ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ കൈയിടാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ, അല്ലാണ്ട് ഇവരൊന്നും ചെയ്യില്ല. പിന്നെ കുറേ ആൾക്കാർ വെച്ച് ഇതിന് പല്ലുണ്ടോയെന്ന് ഇത് സൂം ചെയ്ത് തന്നാൽ ഇങ്ങോട്ട് എടുത്ത് വാ. വേണ്ട, അതിന് പല്ലൊക്കെ ഉണ്ട് കേട്ടോ, പല്ലൊക്കെ ഉണ്ട്, പക്ഷെ ചെറിയ പല്ലാണ്, അത് കാണൂല നമ്മൾ കാണിച്ച. ഇതങ്ങനെ ഒരു തരത്തിൽ നമ്മളോട് ഇത്രയും കാലത്ത് അറ്റാക്ക് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാലുള്ള ഡൗട്ട് എന്താ വെച്ചാൽ, ഇവർക്ക് എത്ര ഒരു ഡെയിലി എത്ര എമൗണ്ട് വരുന്നുണ്ടെന്ന്, അതായത് ചിലവും കാര്യങ്ങളും പിന്നെ ഫുഡും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ഡെയിലി വെച്ചിട്ട് ഇവർക്ക് ചിലവില്ല. അതായത് നമ്മൾ വീക്കിലിയാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുക. വീക്കിലി പിന്നെ 5 ദിവസം കൂടുമ്പോൾ. അപ്പോൾ ഒരു മൈസിൻ്റെ പൈസ നമ്മളൊരു നോർമലി ഒരു കടയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 150 റുപ്യൊക്കെ ഒന്നിന് വരും. അപ്പോൾ ഒരു വീക്കിൽ ഒരു 150 റുപ്യേൻ്റെ ഒരു ചിലവ് വരുന്നുള്ളൂ. 150 ഒരു 300 റുപ്യ, അതായത് 2 നമ്മൾ ഇട്ട് കൊടുക്കലുണ്ട് പെട്ടെന്ന് ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനത്തെ ഒരു ചിലവ് അല്ലാണ്ട് ഇവർക്ക് വേറൊരു ചിലവില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മേടിക്കുമ്പോഴത്തെ ചിലവ് മാത്രമേ ഉള്ളൂ ഇവർക്ക്. അല്ലാണ്ട് ഫുഡ് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ബ്രീഡും കാര്യങ്ങളൊക്കെ മൈസൂരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചിലവുമില്ല. അല്ലാണ്ട് ഇവർക്ക് പ്രത്യേകിച്ചിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ അത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ ആദ്യം തന്നെ വീട്ടിൽ സമ്മതിപ്പിക്കണം. വീട്ടിൽ സമ്മതിപ്പിക്കാനാവും ഒരു പണി. അപ്പോൾ എൻ്റെ വീട്ടിലായാലും ഈ ഒരു കാര്യത്തിന് ഒരാളും സമ്മതിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാനെന്താ വെച്ചാൽ പൊതുവേ പണ്ട് ഈ ഫീൽഡ് ആയതുകൊണ്ട് എന്താ പറയുക, വീട്ടിൽ കൊടുന്നാൽ എനിക്ക് സമ്മതിക്കും, വരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാം. ആ ഒരു വിശ്വാസത്തിലാണ് ഈ സാധനത്തിലൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് നിന്നാൽ മതി. കാരണം ഇത് പലർക്കും പറ്റില്ല ഈ സാധനത്തിന്. കാണുമ്പോൾ തന്നെ ചിലവർക്ക് പേടിയും, കുട്ടികളുള്ളവർക്ക് ചിലവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. എൻ്റെ വീട്ടിൽ എന്തൊക്കെ കണ്ട് കുട്ടികൾക്കൊന്നും ഇപ്പോൾ പേടിയില്ലാതെ അയക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം അത് എടുക്കാൻ. അല്ലാണ്ട് ഒരിക്കലും പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ഇത് ആക്രാന്തം കൂട്ടിയിട്ട് എടുക്കരുത്. ഇതിപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് തന്നെ ചിലവരെന്താ വെച്ചാൽ സാധനം എടുത്തതിന് ശേഷം വീട്ടിൽ അത് സീൻ പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചെടുക്കുകയോ വെച്ചിട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരിക്കലും ഇതിപ്പോൾ കൊടുക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല. ഞാനിത് സൈഡിലൂടെ അങ്ങനെ ജസ്റ്റ് ഒരു പാഷനായിട്ടാണ് ഇത് കൊണ്ടെടുക്കുന്നത്. അല്ലാണ്ട് സെയിലിങ് അങ്ങനത്തെ പരിപാടിയൊന്നും കാര്യമായിട്ടില്ല. അപ്പം നിങ്ങളൊരിക്കലും എന്താ പറയുക, ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ എടുക്കണമെന്നില്ല. ഒരിക്കലും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊടുന്നപ്പോൾ ആദ്യമൊക്കെ ചെറിയൊരു എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതിനൊക്കെ വളർത്തണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. പിന്നെയാണ് ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരായപ്പോൾ എന്നെക്കായി നോക്കൽ തുടങ്ങി. ഇപ്പോൾ വീട്ടിലത്തെ ഒരു ഫുഡ് കൊടുക്കാനായി ഞാനിവിടെ പുറത്തേക്ക് പഠിക്കാനൊക്കെ പോകുമ്പോഴും ഒക്കത്തിനും കെയറിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടുകാരാണ്. എൻ്റെ ഉമ്മ ആയാലും പെങ്ങന്മാരായാലും കുട്ടികളായാലും എല്ലാവരും ഇതിനെ നോക്കൂട്ടാ. ആ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നങ്ങളില്ല കേട്ടോ. പിന്നെ കുറേ ആൾക്കാരുകളുടെ ഡൗട്ടാണ് ഇതിന് എത്ര എമൗണ്ട് വരുമെന്ന്. ഇതിന് സത്യം പറഞ്ഞാൽ വലിയ എമൗണ്ട് ഒന്നും ഇല്ല. എന്നാലും ഓരോ ഫീറ്റ് അനുസരിച്ചിട്ടാണ്. ഒരു ഏകദേശം ഒരു റേറ്റ് വരെ 2 ഫീറ്റിനൊക്കെ ചിലപ്പോൾ ഒരു 17, 16, അത് ഓരോ സമയത്ത് വരുന്ന അനുസരിച്ചിരിക്കും. നമുക്ക് ഒരിക്കലും ഇവരെ റേറ്റ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് 17, 16, 20 ഓരോ ഡിമാൻഡ് അനുസരിച്ചിട്ടാവും. ഏകദേശം ഒരു 17, 16 ഉറുപ്പിക നമുക്കത് സ്വന്തം ആക്കാം. അപ്പോൾ ഇവരെ റേറ്റ് ഇപ്പോൾ അതാണ്. പിന്നെ നമ്മളത് എന്താ പറയുക, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ റേറ്റിനെ കുറിച്ചിട്ട് ആരോടും കറക്റ്റായിട്ട് പറയാത്തത്. പിന്നെയുള്ള ഡൗട്ട് എന്താ ചോദിച്ചാൽ ഇവരെന്തൊക്കെയാണ് ഫുഡ് കഴിക്കുക എന്നാണ്. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു 1.5 ഫീറ്റുള്ള കുട്ടിയൊക്കെ ആകുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ മൈസിനെ കൊടുക്കും. മൈസ പറഞ്ഞാൽ ചെറിയ എലി വർഗ്ഗത്തെ പെട്ടെന്ന് ചെറുത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പെട്ടെന്ന് ഗ്രോത്ത് വെക്കണമെങ്കിൽ നമ്മളെ റാറ്റ് ഉണ്ടല്ലോ, നല്ല വലുപ്പമുള്ള ആ റാറ്റിനെ കൊടുക്കേണ്ടാവും നല്ലത്. അപ്പോൾ ഈ റാറ്റിനെ കൊടുക്കാൻ മീൻസ് നമ്മൾ എപ്പോൾ കൊടുക്കുകയാണെങ്കിലും, അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെറിയ മൈസിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ളതിനെ കൊടുക്കാൻ നോക്കുക. കാരണം അതായത് ഏറ്റവും ചെറുതിമെന്ന് ഇങ്ങനെ വലുതിമൊക്കെ ഇങ്ങനെ മാറണം നമ്മൾ. അല്ലാണ്ട് ചെറുതന്നെ എപ്പോഴും കൊടുക്കരുത്, എന്നാലും പെട്ടെന്ന് ഗ്രോത്ത് വെക്കണം. അപ്പോൾ ഒരു റാറ്റിനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള റാറ്റ് അടുത്ത വീക്കിൽ കൊടുക്കാൻ നോക്കുക. അപ്പോൾ റാറ്റിനെ കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ കുറച്ച് വലുതായാലും ചിലവർ മറ്റേ നമ്മളെ 1 ഡേ ചിക്കൻ ഉണ്ടല്ലോ, ഒരു ദിവസം മുട്ട വിരിഞ്ഞ ചിക്കനൊക്കെ കൊടുക്കേണ്ടവരുണ്ട്. അതുപോലെ തന്നെ റാബിറ്റിനെ കുട്ടീനെ കൊടുക്കേണ്ടവരുണ്ട്. അതൊക്കെ വലുതിനായിട്ട് കൊടുക്കൽ. അത് ഇത്രയും ചെറുതിനൊന്നും അത് കഴിക്കൂല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പിഗ് ഉണ്ടല്ലോ, പിഗിൻ്റെ ചെറിയ കുട്ടീനൊക്കെ കൊടുക്കേണ്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ടോ ഓരോരുത്തരും അതൊക്കെ കൊടുക്കണേ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കൽ മൈസൂർ റാറ്റും മാത്രമാണ് കൊടുക്കൽ. ഇപ്പോൾ അത് കൊടുത്താൽ മതി, നല്ല വലുതാവുമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താം. അപ്പോൾ ഇതിൻ്റെ ഫുഡും കാര്യങ്ങളും അങ്ങനെയാണ്. പിന്നെയുള്ളപ്പോൾ ഓരോരുത്തർ ചോദിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതെന്താ വെച്ചാൽ ഇതിന് പേപ്പർ വേണോ അങ്ങനെ. ഇത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ബ്രീഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ലൈസൻസ് വെച്ചിട്ടല്ല, പക്ഷേ ഈ പരിവേഷ് രജിസ്ട്രേഷൻ പറയുന്ന സംഭവമുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റിൽ. ഇപ്പോൾ പരിവേഷ് രജിസ്ട്രേഷൻ 2.0 പറഞ്ഞിട്ട് അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഇന്ത്യൻ ബ്രീഡ് അല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഇതെന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യത്തെ ബ്രീഡാണോ, അതുപോലെ തന്നെ എവിടുത്തെ ബ്രീഡാണോ. സത്യം പറഞ്ഞാൽ ഇത് ഇന്ത്യത്തെ മലമ്പാമ്പ് ഒന്നുമല്ല കേട്ടോ. സംഭവം മലമ്പാമ്പ് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും നമ്മളെ നാട്ടിലത്തെ ഇന്ത്യൻ ബ്രീഡ് നമുക്ക് വളർത്താൻ പറ്റില്ല. ഇതെന്താ വെച്ചാൽ നമ്മൾ വെസ്റ്റ് ആഫ്രിക്കയിലൊക്കെ കണ്ടുവരുന്ന ഒരു ബ്രീഡാണ്. ഇവർ അത്യാവശ്യം നല്ല വലുതാവുന്നില്ല, എന്നാലും ഒരു ഫീമെയിൽ ആണെങ്കിൽ ഒരു 4.5 ഫീറ്റ് വരെയും മെയിലാണെങ്കിൽ 3.5 ഫീറ്റൊക്കെ വരെ വെക്കും. അല്ലാണ്ട് നല്ല വലുതാവുന്നില്ല. ഇപ്പോൾ ഒരുപാട് പേരുള്ള ഡൗട്ട് അതാണ്, എന്താണ് ഇതിനൊക്കെ എടുത്ത് വളർത്തണം എന്തിനാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഇന്ത്യത്തെ ഒരു ബ്രീഡും വളർത്താൻ പറ്റില്ല, അതിനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ വളർത്തണത്. നമ്മൾ പൂപ്പിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇവിടെ എന്താ വെച്ചാൽ ഓരോ സമയത്ത് ഓരോ മൂഡാണ്. ഈ ഇടയ്ക്ക് ആൾ നല്ല ആക്റ്റീവ് ആവട്ടാ. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് ഇവർക്ക് കൂടുതൽ ഹൈഡിങ് പ്ലേസിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ റോയൽ ബോൾ പൈത്തൺസിനൊക്കെ. അപ്പോൾ അവർ കൂടുതൽ സമയം ഹൈഡിങ് ചെയ്യാൻ, അതാണ് നമ്മൾ ടി വിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിട്ടില്ലേ കുടുങ്ങിയതൊക്കെ, അവർ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്.
വേറെ പിന്നെ എന്താ വെച്ചാൽ ഇവർ നല്ല നമ്മളോട് നല്ല അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ പറയും പാമ്പിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കൂടുതൽ. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും ഇവർക്ക് അങ്ങനെ നമ്മളോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല, അതൊക്കെ വെറുതെയാണ് സംഭവം. എനിക്ക് മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഇവർ നമ്മൾ എത്രത്തോളം ഇവരോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് അത് തിരിച്ചെന്തായാലും കാണിക്കുന്നുണ്ട്. മനുഷ്യർക്കുള്ള പ്രശ്നം, മൃഗങ്ങൾക്ക് അങ്ങനത്തേനൊക്കെ ഭയങ്കര എന്താ സെൻസിറ്റീവാണ് ഈ കാര്യത്തിൽ. ഇവർ ഈ ബ്ലഡൊക്കെ വെച്ചിട്ടാണ് സെൻസ് ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൂപ്പി ഇപ്പോൾ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവർ എടുക്കുമ്പോൾ ചെറുതായിരുന്നു, ഒരു 1.5 ഫീറ്റ് ആ ഒരു വലിപ്പമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം 2 സംതിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഗ്രോത്ത് വെക്കട്ടെ ഇവർ. അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇവർ അറ്റാക്കൊന്നും ഇത്രയും കാലമായിട്ട് ഒരാൾ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യേറ്റ് കൊടുക്കുന്ന ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിർത്തിക്കോ. പിന്നെ ഈ റോയൽ ഇത് പൈത്തൻസ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിലിപ്പോൾ റോയലാണ് ഏറ്റവും കുറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മറ്റേ പെയ്ഡ് കളറുണ്ട്, അതുപോലെ തന്നെ അൽബിനുണ്ട്, പിന്നെ ബനാന അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മളേറ്റവും സ്റ്റാർട്ടിങ് ഇതിലോട്ട് മാറിയെന്താ വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. വെറുതെ എടുത്ത് ചാടിയിട്ട് വലിയ റേറ്റിനൊക്കെ എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം വരേണ്ട വെച്ചിട്ടാണ് നമ്മൾ ചെറുതിമെന്ന് തുടങ്ങി. പിന്നെ ഇപ്പോൾ അടുത്തിമൊക്കെ നമ്മളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യണ്ട. അപ്പോൾ അതൊക്കെ നമ്മളെ വീഡിയോസിൽ ഇങ്ങനെ എന്തായാലും വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ റോയൽ പൈത്തൻസിന് എടുത്തത് ഈ ഒരു റീസൺ കൊണ്ടാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചൊരു സാധനമാണ്, അതും കൂടിയാണ് മെയിൻ റീസൺ കേട്ടോ. നിർത്തി നമ്മളെ പൂപ്പിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇനി കുളിയുണ്ട്. നമ്മുടെ പൂപ്പിക്കുട്ടീൻ്റെ കുളി കാണാൻ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കുളിക്കണമെന്ന് കാണിച്ചു തരാം, അതുപോലെ തന്നെ ഇവൾക്ക് ഫീഡൊക്കെ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുളിപ്പിക്കലാണ്, അത് കാണിച്ചു തരാം. ഇപ്പോൾ വരി, നമ്മൾ പൂപ്പിക്കുട്ടീനെ കുളിപ്പിക്കാൻ പോകണം. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇവർക്ക് കുറച്ച് ചൂട് വെള്ളം വേണം. അത് വെച്ചിട്ട് ആരും ചുടുവെള്ളം ഇട്ടിട്ടൊന്നും കുളിപ്പിക്കരുത്. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ കുറച്ച് ചുടുവെള്ളം വെച്ചിട്ട് ചെറിയൊരു നേരെ ചൂടുമാണ്. എന്നിട്ട് അതിൽ വല്ല വെനിട്ടിട്ട് ഇറക്കുക. അപ്പോൾ ഓള് കുളിക്കൂട്ടാ. കുളിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അതാണ് മറ്റേ വെള്ളത്തിലിടുമ്പോഴത്തേനും ഓടിക്കയറുന്നത്. പക്ഷെ നമ്മളൊരു 10-15 മിനിറ്റോളം കുളിപ്പിക്കണം കേട്ടോ. ഇവരെ കുളിപ്പിക്കാൻ മീൻസ് എന്നും കുളിപ്പിക്കണമെന്നില്ല. നമുക്കൊരു വീക്കിലി ഞാൻ എന്താ ചെയ്യലോ വെച്ചാൽ ഫുഡ് കൊടുക്കൂല, ഫുഡ് കൊടുക്കേണ്ട മുമ്പ് ഒന്ന് കുളിപ്പിക്കും. എന്നിട്ട് കുളിപ്പിച്ചതിന് ശേഷം നേരെ സൺബാത്ത് ചെയ്യിപ്പിക്കും. അപ്പോൾ അതെല്ലാവരും എന്തായാലും ചെയ്യണം കേട്ടോ. അതായത് ഇവർക്ക് വീക്കിലി ഒരു നേരമെങ്കിലും ഒരു 15 മിനിറ്റോളം എങ്കിലും സൺബാത്ത് ചെയ്യണം, അത്രയും നല്ലതാണ്. ഇവർക്ക് പൊതുവേ തണുപ്പിനേക്കാളും ഇഷ്ടം ചൂടാണ്. അപ്പോൾ നമ്മളൊന്ന് സൺബാത്ത് ചെയ്യണേ അത്രയും ഒരു ഉഷാർ വെച്ചോളൂ. അപ്പോൾ സൺബാത്ത് ചെയ്തതിന് ശേഷം ഫീഡ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പൂപ്പിക്കുട്ടിക്ക് ഫീഡ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മൈസിനെ കൊടുക്കേണ്ട കുറേ ആൾക്കാർ ചോദിക്കേണ്ടത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫുൾ വീഡിയോയിൽ ഇതും കൂടി ആഡാക്കാൻ വിചാരിച്ച്. പിന്നെ ഒരുപാട് പേര് പറയും G3 വളർത്തേണ്ട എനിക്ക് എന്തിനാ മൈസിനെ കൊടുക്കാൻ തോന്നുന്നത്. പക്ഷേ ഇവരെ വളർത്തുമ്പോൾ എന്തായാലും നമുക്ക് കൊടുക്കാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് അതിനെ കൊടുക്കണം, അല്ലാണ്ട് വേറെ ഇതൊന്നുമല്ല കേട്ടോ കൊടുക്കാം. പിന്നെ നമ്മൾ മൈസിനെ കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും കൊടുക്കരുത് കേട്ടോ. കാരണം അത്രയും കെയർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇവർ എലിയാണ് വിചാരിച്ചിട്ട് നമ്മളെ കയ്യുമ്പോൾ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. അതല്ല പൊതുവേ കുറേ ആൾക്കാർക്ക് ബൈറ്റ് കിട്ടുകയാണെങ്കിലും അങ്ങനെ ഫീഡ് കൊടുക്കുമ്പോഴാവും കൂടുതൽ വരെ എത്തുന്ന ബൈറ്റ് കിട്ടാം. അപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് എന്താ വെച്ചാൽ നമ്മൾ പൊതുവേ വളർത്തുന്ന എലിനെ വെച്ചിട്ടല്ല കൊടുക്കുന്നത്. അതായത് ഇവർക്ക് ഫീഡ് കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് കൊണ്ടുവരലാണ്. വളർത്തേണ്ടതിനൊന്നും ഇട്ട് കൊടുക്കാറില്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ഇത് തോന്നും. പിന്നെ എന്താ വെച്ചാൽ ഇവരെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എലിനല്ലാണ്ട് വേറെ കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടറിയാം. നമുക്ക് എന്താ സങ്കടമാണ് ഇതിനെ തിന്നാൻ കൊടുക്കണൊക്കെ കാണും. പക്ഷെ എന്താ വെച്ചാൽ വേറൊരു ഓപ്ഷൻ ഇല്ലായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കാണാനൊരു മനക്കെട്ടുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ പിന്നെ ഫുൾ വീഡിയോ അല്ല, അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാച്ചിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഇതിന് ഫീഡ് കൊടുത്തതിന് ശേഷം ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർക്കൊരു 24 അല്ലെങ്കിൽ 48 മണിക്കൂറോളം 24 മണിക്കൂർ എന്തായാലും അവർക്ക് റെസ്റ്റ് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ എടുക്കാനൊന്നും പാടില്ല. കാരണം അത് ദഹിക്കാനൊക്കെ നല്ല ടൈം എടുക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി ഇവർക്ക് റെസ്റ്റ് കൊടുക്കുക. ഫീഡ് കൊടുത്തതിന് ശേഷം ഒരിക്കലും ഒരാൾ വന്നാലും എടുത്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ തന്നെ എടുക്കരുത്. ഞാനൊക്കെ എന്താ വെച്ചാൽ 24 മണിക്കൂർ അല്ല 2 ദിവസം തന്നെ ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കും. അത്യാവശ്യം വലുതൊക്കെ അല്ല, ഒന്ന് ദഹിച്ച് കിട്ടാൻ നല്ല പണി കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഇവർക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് വന്നാൽ. അപ്പോൾ നമ്മൾ പരമാവധി കെയർ ചെയ്യണം. നമ്മൾ കുട്ടികളെ നോക്കണ പോലെ വരെ നോക്കണം. ചുമ്മാ ഒരു സാധനം എടുത്തിട്ടിട്ട് കാര്യമില്ല, എല്ലാത്തിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫീഡ് വരിക്കെന്ന് വെച്ചാൽ അത്യാവശ്യം വലുതിന് തന്നെ ഇപ്പോൾ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇത്ര വലിപ്പമുള്ള എലിനെ കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കൊടുത്താൽ മതി. നമ്മൾ മൈസിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇവരെ കാര്യമില്ല സത്യം പറഞ്ഞാൽ. ഇവർ പെട്ടെന്ന് ഗ്രോത്ത് വെക്കൂല ചെറുതായതുകൊണ്ട്. അപ്പം നമ്മൾ എത്രയും പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ള എത്രയും വലുതാണോ അത്രത്തോളം പെട്ടെന്ന് ഗ്രോത്ത് വെക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ എന്തായാലും നല്ല ശ്രദ്ധിച്ചുകൊണ്ട്. ഇപ്പം മെയിനായിട്ട് ചെറിയ 1.5 ഫീറ്റൊക്കെ ആണെങ്കിലും മൈസ് കൊടുക്കുക. അതിപ്പോൾ 2 ഫീറ്റിന് മേലായില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് റാറ്റിന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളോട് ചോദിച്ചാൽ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വലിയ അറിവുകളൊന്നുമില്ല. നമ്മൾ ഇതിനെ വാങ്ങിയിട്ട് പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ. ഇതിൽ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ നമ്മളത് അതിനനുസരിച്ചിട്ടാവും ചെയ്യൽ. ഇതന്നെ ഇപ്പോൾ പലരിടത്തു നിന്നും കിട്ടിയ ഓരോ അറിവുകൾ വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളോട് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരിക്കലും എടുത്ത് ചാടിയിട്ട് ഈ പാമ്പിനൊന്നും മേടിക്കരുത്. അത്രയും വീട്ടിലും സമ്മതമാണെങ്കിൽ മാത്രം എടുത്താൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമ്മളോട് ചോദിക്കണ്ട. പിന്നെ ആദ്യമേ പറയാം, ഇതൊരിക്കലും എന്താ പറയുക, കുട്ടികളൊന്നും ഇത് വളർത്തുന്ന പാമ്പാണ്, ഇതൊന്നും വെച്ചിട്ട് നോർമലി ഒരു പാമ്പിനെ വെച്ചിട്ടൊന്നും ആരും വീഡിയോ എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫുൾ വീഡിയോ ഇന്നത്തോടുകൂടി ബൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ വെച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ ഓക്കെ, ബൈ.